അധികാരം പിടിക്കാനും എതിരാളികളെ ഒതുക്കാനും നമ്മുടെ രാഷ്ട്രീയക്കാർ ഏത് നിർദ്ദികെട്ട കളികളും കളിക്കുമെന്ന് നമുക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്. ഇതൊരു സാംക്രമിക രോഗം പോലെ മറ്റു മേഖലകളിലേക്കും സാംസ്കാരിക രംഗത്തേക്കുമൊക്കെ കടന്നിട്ടുമുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ചലച്ചിത്ര താരങ്ങളുടെ, സിനിമാ നടീ നടന്മാരുടെ സംഘടനയായ അമ്മയിലും ഇതാണ് നടക്കുന്നത് എന്ന് സംശയം തോന്നിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയില് ഇതുവരെ ഒരു പുരുഷാധിപത്യമാണ് നിലവിലിരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മനഃപൂർവ്വമാകണമെന്നില്ല, അങ്ങനെ സംഭവിച്ചതാണ്. ഇത്തവണ ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ചിലർക്ക് തോന്നി, ചിലർ ആഗ്രഹിച്ചു. അതനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയത്. അതിന് പ്രകാരം ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. ജഗദീഷ് പത്രിക സമർപ്പിച്ചിരുന്നതാണ്, പക്ഷെ അദ്ദേഹം പിന്മാറി. അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരൻ എന്ന് പറയുന്ന നടിയും മത്സരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലെ ശ്വേതാ മേനോനെതിരെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. പോലീസിൽ പരാതിയാവുന്നു. പോലീസ് അക്കാര്യത്തിൽ ഒരു നടപടി എടുക്കാതെ വന്നപ്പോൾ കോടതിയിലേക്ക് പോകുന്നു. കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ശ്വേതാ മേനോനെതിരെ കേസെടുക്കുന്നു. ഇത് ശ്വേതാ മേനോൻ ഒരുപക്ഷെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ജയിച്ചേക്കും എന്നൊരു ധാരണ പരന്നപ്പോഴാണ്. ഈ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് പലരും മത്സരിക്കാനുണ്ടായിരുന്നു. പക്ഷേ ആരോപണ വിധേയരായവര് മത്സരിക്കേണ്ട എന്നൊരു പൊതുധാരണയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ചിലര് പിന്മാറാൻ നിർബന്ധിതനായി. നമ്മൾ നേരത്തെ പറഞ്ഞ ജഗദീഷ് അങ്ങനെ പിന്മാറിയതല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. ചിലരൊക്കെ മത്സരിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ അവർക്ക് പിന്മാറേണ്ടി വന്നു. ഇവരൊക്കെ ഇതിന്റെ പിന്നിലുണ്ടോ? അല്ലെങ്കിൽ ആരൊക്കെയാണ് ശ്വേതാ മേനോനെതിരായിട്ട് ഈ കേസ് ഇപ്പോൾ ഉയർന്നു വന്നതിന്റെ പിന്നിൽ എന്നത് സിനിമാ രംഗത്ത് മാത്രമല്ല, കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. കാരണം ഇത് അമ്മ എന്ന സംഘടനയിലെ പ്രശ്നം ആയതുകൊണ്ടാണ്. നമുക്ക് ആരെങ്കിലും ഒതുക്കണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത്, അത്തരക്കാർക്കെതിരെ ഏതെങ്കിലും ഒരു പെണ്ണുകേസ് കൊണ്ടുവന്ന് അവരെ നാറ്റിച്ചാൽ മതിയെന്ന് സന്ദേശം സിനിമയിലെ താത്വികാചാര്യൻ പറയുന്നുണ്ട്. അത് രാഷ്ട്രീയ രംഗത്തായിരുന്നു കൂടുതൽ സ്വീകാര്യത, അല്ലെങ്കിൽ കച്ചവട സാധ്യത കൂടുതൽ അവിടെയായിരുന്നു. പക്ഷെ അതിപ്പോഴ് സിനിമാ രംഗത്തേക്ക്, സിനിമ നടീനടന്മാരുടെ സംഘടനയിലേക്കും വന്നിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട് രാഷ്ട്രീയക്കാര് ഈ തന്ത്രം പ്രയോഗിച്ചതിന്. ഏറ്റവും അവസാനത്ത് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ചരിത്രമാണ്. നമ്മുടെ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല. ആർക്കെങ്കിലും അദ്ദേഹത്തെ ബന്ധപ്പെടണമെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ അസിസ്റ്റന്റുമാരുടെ ഫോണിലാണ് വിളിക്കുക. അപ്പോൾ അദ്ദേഹത്തെ കിട്ടും. അതൊരു രീതിയായിരുന്നു, അത് പലർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. അപ്പോ ഈ പേഴ്സണൽ അസിസ്റ്റന്റുമാരുടെ അല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളുകളുടെ ഫോണിലേക്ക് വന്ന ചില ഫോണുകൾ അത് ഉമ്മൻചാണ്ടിക്ക് വന്ന കോളുകളാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പ്രമാദമായ അല്ലെങ്കിൽ കുപ്രസിദ്ധമായ സോളാർ കേസിന് തുടക്കമായത്. പിന്നെ അത് ഏതേത് തലത്തിലേക്കൊക്കെ വളർന്നുവെന്ന് നമുക്കറിയാം. അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് കൂടുതൽ പറയുന്നില്ല. അവസാനം ഉമ്മൻചാണ്ടിക്കെതിരെ ഏറ്റവും ഹീനവും നികൃഷ്ടവുമായ ആരോപണം വരെ ഉണ്ടായി. അതിന്റെ പേരിൽ പിന്നീട് വന്ന ഇടതുപക്ഷ മുന്നണി സർക്കാർ അദ്ദേഹത്തിനെതിരെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. CBI അന്വേഷിച്ചു. അദ്ദേഹം അന്തരിക്കുന്നതിന് മുമ്പ് ആ കേസിൽ നിന്നെല്ലാം ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കി, വിമുക്തനാക്കി എന്ന് അറിഞ്ഞിരുന്നു. അറിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം കാലയവനിക്കുള്ളിൽ മറിഞ്ഞത്. അതുപോലെ തന്നെ ചാരക്കേസ് വെറും ചാരമായിരുന്നു, അതിലൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. അടിസ്ഥാനപരമായിട്ട് ഒരു ഇല്ലാ കഥയായിരുന്നു. പക്ഷേ ചാരക്കേസാണ് K കരുണാകരന്റെ രാജിക്ക് കാരണമായത് എന്ന നറേറ്റീവ് അത് അടിസ്ഥാനരഹിതമാണ്, അതിനോട് യോജിക്കാൻ പറ്റില്ല. പക്ഷേ ഈ കേസിൽ കരുണാകരന്റെ ഏറ്റവും അടുപ്പക്കാരനായിരുന്ന രമൺ ശ്രീവാസ്തവയ്ക്കെതിരെ ചില ആരോപണങ്ങൾ ഉണ്ടായി. ആ ആരോപണങ്ങൾ കരുണാകരനെതിരെ ഉപയോഗിച്ചു, വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു. പ്രൊഫസർ KV തോമസ്, മുൻ കേന്ദ്രമന്ത്രി, അദ്ദേഹം MP ആയിരിക്കുമ്പോൾ ഉണ്ടായ ഫ്രഞ്ച് ചാരക്കേസ്, അതിനുശേഷം മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായ വ്യാജരേഖ കേസ്, ഇതൊന്നും ഒരു അടിസ്ഥാനവും ഇല്ലാത്തതായിരുന്നു. പിന്നീട് തെളിഞ്ഞു. ഒരല്പം പഴയ കഥയുണ്ട്. നമ്മുടെ ബേബി ജോൺ RSP നേതാവ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാ. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ഒരാളായിരുന്നു സരസൻ എന്ന് പറയുന്ന ഒരാള്, തൊഴിലാളിയാണ്. അദ്ദേഹത്തിന് വളരെ അടുപ്പമുള്ള ഒരാളായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തെ കാണാതായി. ആരെ? സരസനെ. അപ്പൊ എതിരാളികൾ എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചു, ഈ സരസനെ ബേബി ജോൺ ആരെ വിട്ട് അടിച്ചു കൊന്നിട്ട് കടലിൽ താഴ്ത്തിയെന്ന്. എത്രയോ കാലം കേരള സമൂഹത്തിന്റെ മുമ്പില് നമ്മുടെ ബേബി ജോൺ പ്രതിക്കൂട്ടിൽ നിന്നു. അവസാനം കേരളത്തിന് പുറത്തൊരിടത്ത് നിന്ന് സരസനെ കണ്ടെത്തി. എന്നിട്ടാണ് അദ്ദേഹം വാസ്തവത്തിൽ ഈ കേരളത്തിലെ ആളുകളുടെ മനസ്സിൽ നിന്ന് കുറ്റവിമുക്തനായത്. അങ്ങനെ എത്ര അനുഭവങ്ങൾ വേണമെങ്കിലും നമുക്ക്
രാഷ്ട്രീയത്തിൽ പറയാൻ പറ്റും. ഏതാണ്ട് അതൊക്കെ ആവർത്തിക്കുകയാണ് നമ്മുടെ അമ്മ സംഘടനയിൽ. രാഷ്ട്രീയ രംഗത്ത് നമ്മൾ ഈ പറഞ്ഞ സംഭവവികാസങ്ങളുടെ ചില താരതമ്യങ്ങള് ശ്വേതാമേനോനെതിരെ വന്നിരിക്കുന്ന കേസിലും അല്ലെങ്കിൽ ആരോപണങ്ങളിലും കാണാൻ സാധിക്കും. രാഷ്ട്രീയക്കാര് പൊതുവെ അടിസ്ഥാനരഹിതമാണെങ്കിലും ജനങ്ങൾ വിശ്വസിക്കുന്ന ആരോപണങ്ങളായിരിക്കും ഉന്നയിക്കുക. പക്ഷെ ഇവിടെ അതല്ല, വളരെ വിചിത്രമായ ചില ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ കുറ്റാരോപണങ്ങൾ, അതാണ് ഇപ്പോൾ ശ്വേതാമേനോനെതിരെ വന്നിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലെ സദാചാരത്തിന്റെ തോത് അതൊട്ടും കുറഞ്ഞു പോകരുതെന്ന് വളരെ നിർബന്ധ ബുദ്ധിയുള്ള ഒരു സാമൂഹിക പ്രവർത്തകനാണ് ശ്വേതാമേനോനെതിരായിട്ട് ആദ്യം പരാതി നൽകിയത്. അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല കേട്ടോ. കാരണം സദാചാരം, നമ്മുടെ സമൂഹത്തിന്റെ സദാചാരം അത് നിലനിൽക്കണം. ആ അദമ്യമായ ആഗ്രഹമാണ് അദ്ദേഹത്തെ ഈ കേസ് കൊടുക്കുന്നതിന് പ്രേരിപ്പിച്ചത്. ശ്വേതാമേനോൻ പണ്ടെങ്ങോ അഭിനയിച്ച ചില സിനിമകളിലെ ദൃശ്യങ്ങള് വളരെ മുമ്പ് അഭിനയിച്ചതാ. ആ ദൃശ്യങ്ങള് നമ്മുടെ സദാചാര മൂല്യങ്ങളെ വല്ലാതെ അങ്ങ് താഴോട്ട് കൊണ്ടുപോകുന്നു, അതിനെ താഴോട്ട് വീഴ്ത്തിക്കളയുന്നു എന്നാണ് നമ്മുടെ ഈ പരാതിക്കാരന്റെ വലിയൊരു ആവലാതി അല്ലെങ്കിൽ ആശങ്ക. അതിപ്പോൾ യൂട്യൂബിലുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ചില അഡൾട്ട് വെബ്സൈറ്റുകളിൽ അതിപ്പോഴും കാണാം. ഇതൊക്കെ, അതായത് ശ്വേതാമേനോന്റെ പഴയ സിനിമയിലെ ഈ ദൃശ്യങ്ങൾ, അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്ന ഉണ്ടാക്കുന്ന ദോഷഫലങ്ങൾ വളരെ വലുതാണെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ ശ്വേതാമേനോൻ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. IT ആക്ടിലെ ചില പ്രസക്ത ഭാഗങ്ങള്, ഇമ്മോറൽ ട്രാഫിക് തടയുന്നതിനുള്ള നിയമത്തിലെ ചില വകുപ്പുകള്, ഇതൊക്കെ ചേർത്താണ് ശ്വേതാമേനോനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. ഇമ്മോറൽ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട ആ വകുപ്പുകൾ വായിച്ചു നോക്കിയാല് അത് ഈ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അവിടെ ഈ ശ്വേതാമേനോനെ ഉൾപ്പെടുത്തുന്ന വഴി എത്ര ക്രൂരമായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും ചെയ്യാത്ത ഒരു നികൃഷ്ടമായ സമീപനമാണ് അവിടെ കാണുന്നത്. IT ആക്ടിലെ വകുപ്പുകളാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ നിയമത്തിലെ വകുപ്പുകൾ ശ്വേതാമേനോനെ പോലെ ഒരാൾക്കെതിരെ ചുമത്തുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. അദ്ദേഹം ആദ്യം പോലീസിൽ കേസ് കൊടുത്തു. പക്ഷെ പോലീസിന് അറിയാമായിരുന്നു ഇത് 8 നിലയിൽ പൊട്ടുന്ന കേസാണെന്ന്. ഇതിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവരതില് കാര്യമായ നടപടിയൊന്നും എടുത്തില്ല. പിന്നീട് അയാൾ കോടതിയിലേക്ക് പോയി. അപ്പൊ കോടതി പോലീസിന് നിർദ്ദേശം നൽകി ശ്വേതാമേനോനെതിരെ കേസെടുക്കുന്നതിന്. വാസ്തവത്തിൽ ഇത്തരം കേസുകളില് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ്, ഇതിലെ വകുപ്പുകളുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനാധികാരവും പുലർത്താതെ തീരുമാനങ്ങൾ എടുക്കുകയാണോ കോടതി ചെയ്യേണ്ടത്? കേസെടുക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടാൻ പ്രൊവിഷൻസ് ഉണ്ടാവും, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ശ്വേതാമേനോൻ പണ്ടെങ്ങോ അഭിനയിച്ച ചില ചലച്ചിത്രങ്ങളെ, ദൃശ്യങ്ങളെ മുൻനിർത്തി അവർക്കെതിരെ IT ആക്ടും അല്ലെങ്കിൽ ഇമ്മോറൽ ട്രാഫിക് ആക്ടും ഒക്കെ അനുസരിച്ച് നടപടികൾ എടുക്കുമ്പോൾ അതിന്റെ ഇമ്പാക്ട്, സാമൂഹിക പ്രത്യാഘാതം, വ്യക്തികളിൽ ഉണ്ടാക്കുന്ന ആ പ്രത്യാഘാതം, അതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നില്ലേ? അപ്പൊ കോടതി അല്പം മനുഷ്യപ്പറ്റോടെ പെരുമാറേണ്ടതായിരുന്നില്ലേ? മനുഷ്യപ്പറ്റ് ഉണ്ടാകേണ്ടതായിരുന്നില്ലേ? പരാതിക്കാരന്റെ കേസിൽ പറയുന്ന ഈ ചലച്ചിത്രങ്ങള് ഇതൊക്കെ വളരെ നേരത്തെ നിർമ്മിച്ചതാണെന്ന് പറഞ്ഞു. ഇതൊക്കെ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ മുമ്പിൽ ചെന്ന് ഇത് പൊതുപ്രദർശനത്തിന് യോഗ്യമാണെന്ന് കണ്ടെത്തി അതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി തിയേറ്ററുകളിലും പിന്നീട് OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെ പ്രദർശിപ്പിച്ച സിനിമകളാ. ഇതിന്റെ CD-കളൊക്കെ പ്രചാരത്തിലുണ്ട്. അതുപോലെ തന്നെ ഇതിലെ ചില ദൃശ്യങ്ങള് അഡൽട്ട് വെബ്സൈറ്റിലോ അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിലോ പ്രചരിക്കുന്നതിന് ശ്വേതാമേനോൻ എങ്ങനെയാണ് ഉത്തരവാദിയാകുക? അവരല്ലല്ലോ അത് പ്രചരിപ്പിക്കുന്നത്, അവരതിലൂടെ പണം ഉണ്ടാക്കുന്നില്ലല്ലോ. പിന്നെ എന്താണ് ഈ കേസിന്റെ ഒരു പ്രസക്തി? പണ്ടെങ്ങോ അഭിനയിച്ച സിനിമകളിലെ ദൃശ്യങ്ങൾ, അത് സർക്കാരിന്റെ അംഗീകാരമുള്ള സിനിമകള്, ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കറ്റ് നൽകിയ സിനിമകള്, അതിലെ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഒരാൾക്കെതിരെ കേസെടുക്കാൻ പറ്റും? വേറെ എത്രയോ ആളുകളുടെ ദൃശ്യങ്ങള് ചലച്ചിത്ര രംഗത്തുള്ളവരുടെ ഉൾപ്പെടെ ഈ അഡൽട്ട് വെബ്സൈറ്റുകളിലും സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്നുണ്ട്. വേറെ എത്രയോ സിനിമകളിൽ ഇതുപോലുള്ള ദൃശ്യങ്ങൾ വേറെയുണ്ട്. അത് നമ്മുടെ പൊതുസമൂഹത്തിന്റെ മുമ്പിലുണ്ട്, പബ്ലിക് ഡൊമൈനിലുണ്ട്. അവർക്കൊക്കെ എതിരെ കേസെടുക്കുമോ? ആരെങ്കിലും പരാതി കൊടുക്കുമോ? ഇപ്പൊ പെട്ടെന്ന് എന്താണ് ഈ ഒരു കേസിൽ ഇത്ര ഒരു ധാർമ്മിക രോഷം ഉണ്ടായത് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ മനസ്സിൽ സംശയം ഉണ്ടാക്കുന്നത്. ആ സംശയം വളരെ ന്യായമാണ് താനും. ഏറ്റവും രസകരമായ ഒരു കാര്യം, ഇതുപോലെയുള്ള തെറ്റായ പ്രവണതകൾക്കെതിരെ, അതായത് സിനിമയിലെ ദൃശ്യങ്ങൾ അതൊക്കെ ദുരുപയോഗപ്പെടുത്തുന്നതിനെതിരെ കോടതിയിൽ കേസുമായി പോയിട്ടുള്ള ഒരാളാണ് ശ്വേതാമേനോൻ. ഒരു ലൈംഗിക ഉത്തേജന ഔഷധത്തിന്റെ പരസ്യത്തില് ശ്വേതാമേനോന്റെ ഒരു സിനിമയിലെ സ്റ്റിൽ അവരുടെ അനുമതി കൂടാതെ വികലമായ രീതിയിൽ
ഉപയോഗിച്ചതിനെതിരെ അവർ കോടതിയിൽ കേസ് കൊടുത്തതാ. അവസാനം ആ ഔഷധത്തിന്റെ നിർമ്മാതാവ്, ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറെ അറസ്റ്റ് ചെയ്തു. പക്ഷെ അന്വേഷണം നടക്കുന്നതിനിടയിൽ അയാൾ മരിച്ചു പോയതുകൊണ്ട് ആ കേസ് അങ്ങ് ഇല്ലാതായി പോയെന്ന് മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള ഒരാളാണ് ശ്വേതാ മേനോൻ. അവരിപ്പോ ഇതുപോലെ ഒരു കേസിൽ പ്രതിയായി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്കൊരു ഒരു കേസുണ്ടായി, ഞാൻ പ്രതി എന്ന് പോലും പറയുന്നില്ല, കേസുണ്ടായി എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ഐറണി തന്നെയാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പില് ശ്വേതാ മേനോൻ വിജയിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായപ്പോഴാണ് ഈ കേസ് ഉയർന്നു വന്നതെന്നൊരു ധാരണയുണ്ട്. ആ ഒരു സംശയം വിശ്വസിക്കാൻ ന്യായവും ഉണ്ട്. ഒപ്പം മത്സരിക്കുന്നത് കുക്കു പരമേശ്വരന, മറ്റൊരു നടിയാണ്. അവരും ശ്രദ്ധിക്കണം. ഇനി സമയമുണ്ട് തെരഞ്ഞെടുപ്പിന്. അതിനു മുമ്പായിട്ട് അവർക്കെതിരെയും ഏതെങ്കിലും ഒരു ആരോപണം വന്നുകൂടുന്നില്ല. പക്ഷെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അമ്മയിലെ ആരെങ്കിലും ആണെങ്കിൽ, അമ്മയുടെ പെൺമക്കളോ അമ്മയുടെ ആൺമക്കളോ ആണെങ്കിൽ അതൊട്ടും ശരിയായില്ല. അമ്മ പോലൊരു സംഘടനയ്ക്ക് ഒട്ടും ഭൂഷണമായില്ല എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ. അമ്മ എന്ന് പറയുന്നത് ഒരു സാധാരണ സംഘടനയാണെന്ന് അതിലെ അംഗങ്ങൾ കരുതരുത്. അല്ലെന്ന് പുറത്തുള്ളവർക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഇന്ന് ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു സാംസ്കാരിക സംഘടനയായിട്ട് അതിനെ പറയാൻ സാധിക്കും. അതിലെ അംഗങ്ങളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് ആരാധിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. ഓരോരുത്തരും സെലിബ്രിറ്റികളാ, ഗ്ലാമർ താരങ്ങളാണ് അംഗങ്ങൾ മുഴുവൻ പേരും. അപ്പൊ അവരുടെ ഒരു സംഘടന ഈ രീതിയിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ, ഈ സംഘടനയുടെ പേര് തന്നെ അമ്മ എന്നാണ്, അത് തന്നെ വലിയ സ്നേഹവായ്പിന്റെയും ഒരു ആർദ്രതയുടെയും ഒക്കെ ഒരു അർത്ഥതലങ്ങള് പ്രതിഫലിപ്പിക്കുന്ന ഒരു പേരാണ് അമ്മ എന്ന് പറയുമ്പോൾ. നിങ്ങളൊരു കാര്യം മറന്നു പോകരുത്, ഇതിന്റെ ആദ്യകാലങ്ങളിൽ എല്ലാവരും ഇതിനെ അമ്മ എന്ന് മാത്രമാണ് വിളിച്ചിരുന്നത്. അമ്മയുടെ പ്രസിഡന്റ്, അമ്മയുടെ ജനറൽ സെക്രട്ടറി, അമ്മയുടെ ജനറൽ ബോഡി എന്നൊക്കെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇതിലെ ചില അംഗങ്ങൾക്കെതിരെ ആരോപണങ്ങൾ തുരുതുരാ വന്നപ്പോൾ മാധ്യമങ്ങള് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്ന പൂർണ്ണ രൂപം ഉപയോഗിച്ചു തുടങ്ങി. ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങളുടെ സംഘടനയെ അമ്മ എന്ന് വിളിക്കുന്നതിന് ചിലരെങ്കിലും മടിക്കുന്നു. എന്തുകൊണ്ടാണ്? അതൊരു ആത്മപരിശോധന, സംഘടനയുടെ ഒരു ആത്മപരിശോധന ആവശ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്. അമ്മ പോലൊരു സംഘടനയെ നയിക്കുന്നതില് അതിലെ മുൻനിര നടീനടന്മാർക്ക് ഒരു പങ്ക് വേണം, റോള് വേണം. ഇന്നസെന്റും മോഹൻലാലും ഒക്കെ പ്രസിഡന്റ് ആയിട്ടുണ്ടെങ്കിലും ആ സംഘടനയെ നയിച്ചുകൊണ്ടിരുന്നത് വേണ്ട പോലെ സിനിമയിൽ അവസരങ്ങളില്ലാതെ തൊഴിലില്ലാതെ ഇരുന്ന ചില ആളുകളും കൂടിയാണ്. അവര് മാത്രമാണെന്ന് പറയുന്നില്ല. അത് ശരിയായ ഒരു കാര്യമല്ല. ഇപ്പൊ തന്നെ ജഗദീഷ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേഷൻ കൊടുത്തു, അദ്ദേഹം പിൻവലിക്കേണ്ടി വന്നു. അത് എന്തുകൊണ്ടാണ്? ഈ സംഘടനയ്ക്ക് പൊതുജനങ്ങളോടുള്ള ഉത്തരവാദിത്വം വളരെ വലുതാണ്. നിങ്ങളെ നടീനടന്മാരും താരങ്ങളും ഒക്കെ ആക്കിയത്, അങ്ങനെ നിലനിർത്തുന്നത് ഇവിടുത്തെ സാധാരണ മനുഷ്യന്മാരാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരല്പം അക്കൗണ്ടബിലിറ്റി വേണം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മാധ്യമങ്ങളെ പോലും അമ്മയുടെ പരിപാടികളിൽ വേണ്ട രീതിയിൽ അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ജഗദീഷ് പിന്മാറേണ്ടി വന്നത്? അറിയേണ്ട കാര്യമല്ലേ. കുഞ്ചാക്കോ ബോബനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പലരും നിർദ്ദേശിച്ചതാ, അതേ ഓടി രക്ഷപ്പെട്ടു. ഈ രണ്ടാം നിരയിൽപ്പെട്ട നടീനടന്മാര്, പ്രായം കൊണ്ടാണ് കേട്ടോ ഈ രണ്ടാം നിര എന്ന് പറയുന്നത്, അല്ലാതെ അഭിനയശേഷി കൊണ്ടോ അല്ലെങ്കിൽ അംഗീകാരം കൊണ്ടോ അല്ല. അവരാരും ഈ സംഘടനയുടെ തലപ്പത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ്? മുൻനിരയിലടക്കമുള്ളവര്, സംഘടനയുടെ എല്ലാവരും സജീവമായാലേ അമ്മ പോലൊരു സംഘടനയ്ക്ക് നിലനിൽക്കാൻ സാധിക്കുള്ളൂ. മൂക്കുള്ളവർ മാറിയെന്നാൽ മുറിമൂക്കന്മാര് രാജാവാകും. അത് സംഘടനയെ ദോഷമായി ബാധിക്കുകയും ചെയ്യും. പല മുൻനിരക്കാരും നേതൃസ്ഥാനങ്ങളിലേക്ക് വരാത്തതിന്റെ പ്രധാന കാരണം അവർക്ക് സമയമില്ല എന്നുള്ളതാണ്. ഷൂട്ടിംഗ് തിരക്കുകളാണ്. അവർക്ക് ഈ സംഘടനയുടെ ഓഫീസിൽ വന്നിരുന്ന് ദൈനംദിന കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല. അതൊരു വസ്തുതയാണ്. ആർക്കും ഇതിന് സമയം കിട്ടുന്നില്ലെങ്കിൽ ഈ സംഘടനയുടെ ബൈലോ ഭേദഗതി ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു പെയ്ഡ് സിഇഒയെ നിയമിക്കാം. ട്രഷറിയുടെ ജോലികൾ ചെയ്യുന്നതിന് ഒരു ഫൈനാൻസ് ഓഫീസർ മതി. പിന്നീട് ഇവർക്ക് ഉപദേശം കൊടുക്കുന്നതിന് ഒരു ഡയറക്ടർ ബോർഡ്, അതിനെ തിരഞ്ഞെടുക്കാം. അതിന്റെ ചെയർമാന് അമ്മയുടെ ജനറൽ ബോഡി യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുകയും ചെയ്യാം. അങ്ങനെ വേണമെന്നല്ല പറഞ്ഞത്. മുമ്പിൽ നിന്ന് നയിക്കാൻ ആളുകൾ തയ്യാറാവുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു ബദൽ സംവിധാനം ആലോചിക്കുന്നതിൽ തെറ്റില്ല എന്നേ പറഞ്ഞുള്ളൂ. ശ്വേതാ മേനോനെതിരായിട്ടുള്ള കേസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോ പെട്ടെന്ന് അടൂർ ഗോപാലകൃഷ്ണനെ ഓർത്തു. ന്യായമായ ഒരു കാര്യം പറഞ്ഞതിന്റെ പേരില് ജാതി വെറിയൻ എന്ന ആക്ഷേപത്തിന് ഇരയായ അടൂർ ഗോപാലകൃഷ്ണൻ, അദ്ദേഹത്തിനെതിരായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്തോ ഒരു മലവെള്ള പാച്ചിലായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ ഈ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുകയായിരുന്നു. ശ്വേതാ മേനോനെ അനുകൂലിച്ച് അല്ലെങ്കിൽ ശ്വേതാ മേനോനെ വേണ്ടി സംസാരിക്കാൻ എത്ര സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ മുന്നോട്ട് വന്നു എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിലും നമ്മൾ അങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ ഇരട്ടത്താപ്പ.
പ്രമുഖരായ ആളുകൾ ചിലപ്പോൾ ബലാത്സംഗ കേസുകളിൽ അകപ്പെടും. അപ്പൊ ആളുകളെ നോക്കിയാണ് നമ്മുടെ പ്രതികരണം. ചിലരെ നമ്മുടെ അങ്ങ് ആഘോഷിക്കും. അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തിന്റെ പിന്നാലെ ക്യാമറകൾ ഉണ്ടാവും. അദ്ദേഹത്തെ പറ്റി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ മറ്റൊരാണെങ്കിലോ വളരെ സൗകര്യപൂർവ്വം മൗനം പാലിക്കും. അതാണ് നമ്മുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്.